ഹായ് ഹലോ ഐ ആം ധീരജ്. ഇന്ന് നമുക്ക് 2021 സ്കീമിലെ 311 അഡ്വാൻസ്ഡ് സർവേയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് ചർച്ച ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓരോ മൊഡ്യൂൾ വൈസും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിൻലി നമുക്ക് രണ്ട് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് തിയോഡലൈറ്റും ദെൻ സെക്കൻഡ് പാർട്ട് കോണ്ടൂറും. ഇങ്ങനെ രണ്ട് പാർട്ടുകളായിട്ട് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 14 മാർക്കിനാണ് സി പാർട്ടിൽ മാത്രം ഈ CO1 വരുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് CO1 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ടോപ്പിക്കുകൾ ചർച്ച ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക്കാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. കോണ്ടൂറിൽ നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത് ഒന്നെന്ന് പറയുന്നത് അതിന്റെ യൂസസും ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സും ആണ്. ദെൻ അതിൻ്റെ അകത്ത് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് അതിന് ഓരോ ഫിഗേഴ്സ് ഉണ്ട്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ അകത്ത് ഓരോ ഫിഗേഴ്സ് ഉണ്ട്. ഓരോ ലാൻഡ്സ്കേപ്പ് ആകുമ്പോൾ എങ്ങനെയാണ് കോണ്ടൂർ മാപ്പ് വരയ്ക്കുന്നത് തുടങ്ങിയുള്ള ഫിഗേഴ്സ് ഉണ്ട്. അതെന്തായാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം 3 മാർക്കിന് കഴിഞ്ഞ 2023 എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അതിൻ്റെ അകത്ത് മെയിൻലി നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് കപ്പാസിറ്റി ഓഫ് റിസർവോയർ യൂസിങ് കോണ്ടൂർ മാപ്സ്. ഒരു റിസർവോയറിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു റിസർവോയറിന്റെ വോളിയം കണ്ടുപിടിക്കാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. സോ അതിനുവേണ്ടി നമുക്ക് മെയിൻലി 2 റോളുകളാണുള്ളത്. ഒന്നെന്ന് പറയുന്ന ട്രപ്പിസോഡലും ദെൻ അടുത്തതെന്ന് പറയുന്ന പ്രിസം മോഡലും. 2 റോളുകളും നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം അതിൻ്റെ അകത്തുനിന്ന് മെയിൻലി എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ്. ദെൻ സെക്കൻഡ് പാർട്ടാണ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. തിയോഡലൈറ്റിൽ മെയിൻലി പഠിക്കാനുള്ളത് അതിന്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റുകളാണ്. അതോടൊപ്പം ഫണ്ടമെന്റൽ ലൈൻസും അതിന്റെ റിലേഷൻഷിപ്സും. ദെൻ ആംഗിൾ എങ്ങനെയാണ് തിയോഡലൈറ്റ് യൂസ് ചെയ്ത് ആംഗിൾ മെഷർ ചെയ്യുക. 2 മെത്തേഡുകളാണ് മെയിൻലി നമുക്കുള്ളത്. ഒന്നെന്ന് പറയുന്ന റിപ്പീറ്റേഷൻ ദെൻ റൈട്രേഷൻ മെത്തേഡും. ഇത് രണ്ടും അറിഞ്ഞിരിക്കുക. ഇത് തിയറിയിൽ മാത്രമല്ല പ്രാക്ടിക്കലിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. അതോടൊപ്പം ഇത് പഠിക്കുന്നതിനൊപ്പം അതിലൂടെ എന്തൊക്കെ എറേഴ്സ് ആണ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നതും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ദെൻ അതുപോലെ തന്നെയാണ് അതിന്റെ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് തിയോഡലൈറ്റ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഏതെല്ലാം ചർച്ച ചെയ്യാം. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന ക്വസ്റ്റിനെ നമുക്ക് വരുള്ളൂ എന്ന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കാനുള്ളത് തിയോറി ട്രാവേഴ്സിങ് എന്താണെന്നും അതുപോലെ തന്നെ അതിന്റെ ടൈപ്പ് ഓഫ് ട്രാവേഴ്സസ് ഏതെല്ലാമാണെന്നും. മെയിൻലി 2 ട്രാവേഴ്സുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന് ഓപ്പൺ ട്രാവേഴ്സും ദെൻ ക്ലോസ്ഡ് ട്രാവേഴ്സും. ഇത് 2023 എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഫിഗേഴ്സും പഠിച്ചു വെക്കുക. ദെൻ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് മെത്തേഡ് ഓഫ് തിയോഡലൈറ്റ് ട്രാവേഴ്സിങ്. മെയിൻലി 2 ടൈപ്പ് ഓഫ് ട്രാവേഴ്സിങ് മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആംഗിൾ മെത്തേഡും ദെൻ അടുത്തതെന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ആംഗിൾ മെത്തേഡും. ഇത് 2024 എക്സാമിനേഷന് 7 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ദെൻ ഇതിൻ്റെ അകത്ത് തന്നെ മെയിൻലി പഠിക്കാനുള്ള ഒരു കാര്യമാണ് ഗേഴ്സ് ട്രാവേഴ്സ് പ്രിപ്പറേഷനും അതുപോലെ തന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഏരിയ ഓഫ് എ ക്ലോസ്ഡ് ട്രാവേഴ്സ് ഫ്രം ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്. ഇത് ഒരു എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ അറിയാവുന്ന മെത്തേഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമുക്ക് അടുത്തൊരു ടോപ്പിക്കാണ് ഒമിറ്റഡ് മെഷർമെന്റ്സ്. ഒമിറ്റഡ് മെഷർമെന്റ്സിന്റെ കുറച്ച് കേസസ് ഉണ്ട്. അതും എന്താണ് ഒമിറ്റഡ് മെഷർമെന്റ്സ് എന്നും അതുപോലെ തന്നെ അതിന്റെ പ്രോബ്ലംസും പഠിച്ചു വെക്കുക. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്കിനും അതോടൊപ്പം 3 മാർക്കിനും ഒമിറ്റഡ് മെഷർമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ അടുത്തൊരു ടോപ്പിക്കാണ് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് മെത്തേഡ്. ഇതിൻ്റെ അകത്തുനിന്നും പ്രോബ്ലംസ് വരാറുണ്ട്. അതുപോലെ തന്നെ ട്രാക്യോമെട്രിന്റെ പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ അതിന്റെ സിസ്റ്റംസും ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 2 സിസ്റ്റംസും ചോദിച്ചിട്ടുണ്ട്. ദെൻ അതോടൊപ്പം അതിന്റെ പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. ദെൻ ഈ ഒരു മൊഡ്യൂളിൽ എളുപ്പമുള്ള ഒരു അടുത്തൊരു ടോപ്പിക്കാണ് കർവ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. കർവ്സിന്റെ അകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കർവുകൾ ഏതൊക്കെയാണെന്നുണ്ട്. അതുപോലെ തന്നെ എലമെന്റ്സ് ഓഫ് കർവ്. എലമെന്റ്സ് ഓഫ് കർവ് 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതോടൊപ്പം അതിന്റെ പ്രോബ്ലംസും 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത്തരം കാര്യങ്ങളാണ് മെയിൻലി 7 മാർക്കിന് അതോടൊപ്പം CO2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു മൊഡ്യൂളാണ് CO3. CO3 CO4 ചെറിയ മൊഡ്യൂളുകളാണ്. അതുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് 7 മാർക്കിനാണ്
സി പാർട്ടിൽ ആകെ നമുക്ക് ചോദിക്കാറുള്ളത്. ഇതിൻ്റെ അകത്ത് രണ്ട് പാർട്ടുകളായിട്ട് ഈ ഒരു മൊഡ്യൂളിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഇലക്ട്രോണിക് തിയോഡലൈറ്റുകളെ കുറിച്ചും ദെൻ അടുത്തതെന്ന് പറയുന്നത് ടോട്ടൽ സ്റ്റേഷനെ കുറിച്ചാണ്. ഇലക്ട്രോണിക് തിയോഡലൈറ്റിൻ്റെ അകത്ത് മെയിൻലി നമുക്ക് പഠിക്കാനുള്ള അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റുകളും. തിയോഡലൈറ്റ് സാധാരണ നോർമലി ഉള്ള ട്രാൻസിറ്റ് തിയോഡലൈറ്റിന്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് അറിയുന്ന ഒരാൾക്ക് ഇലക്ട്രോണിക് തിയോഡലൈറ്റിന്റെയും അതുപോലെ തന്നെ ടോട്ടൽ സ്റ്റേഷന്റെയും ടെമ്പററി അഡ്ജസ്റ്റ്മെന്റുകൾ പെട്ടെന്ന് എഴുതാൻ പറ്റും, അറിയാനും പറ്റും. കാരണം ഏകദേശം സെയിം ആണ് രണ്ടിന്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു പാർട്ടാണ് ടോട്ടൽ സ്റ്റേഷൻ. ടോട്ടൽ സ്റ്റേഷൻ്റെ അകത്ത് അതിന്റെ കമ്പോണൻസ് പഠിച്ചിരിക്കുക, അതുപോലെ തന്നെ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസും ടെമ്പററി അഡ്ജസ്റ്റ്മെന്റുകൾ. ദെൻ എറർ സോഴ്സസ് ആൻഡ് കൺട്രോളിങ് എറർ സോഴ്സസ്. ഈ എറർ സോഴ്സസ് ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും 7 മാർക്കിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തൊരു മൊഡ്യൂളാണ് CO4. CO4 എന്ന് പറയുന്നത് മൊഡ്യൂളിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് CO4 എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് മെയിൻലി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാനുള്ളത് റിമോട്ട് സെൻസിങ് എന്താണെന്നും അതിന്റെ അപ്ലിക്കേഷൻസും ദെൻ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസും അറിഞ്ഞിരിക്കുക. അതോടൊപ്പം റിമോട്ട് സെൻസിങ്ങിന്റെ കമ്പോണൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കാരണം അത് 2024 എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തതാണ് GPS, അതിന്റെ ഫണ്ടമെന്റൽസ്, അതിന്റെ സെഗ്മെന്റുകൾ, 3 സെഗ്മെന്റുകൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കുക. അതോടൊപ്പം ഈ ഒരു മൊഡ്യൂളിനകത്ത് കുറെ ഷോർട്ട് ടേമുകൾ ഉണ്ട്. GPS, GIS, GNSS തുടങ്ങിയിട്ടുള്ള ഷോർട്ട് ടേമുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അത് അറിഞ്ഞിരിക്കണം. കാരണം 1 മാർക്കിന് ഇതിൻ്റെ അകത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഷോർട്ട് ഫോം എക്സ്പാൻഡ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം അതുപോലെ തന്നെ ഒന്ന് പഠിക്കേണ്ടതാണ് എന്താണ് മാപ്പ് പ്രൊജക്ഷൻസും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് മാപ്പ് പ്രൊജക്ഷനും. ഇതും 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതെന്ന് പറയുന്നത് 2024 നവംബറിൽ നടന്നിട്ടുള്ള അഡ്വാൻസ്ഡ് സർവേന്റെ എൻഡ് സെമസ്റ്റർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമുക്ക് പാർട്ട് ബി മുതൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ദ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. ട്രാൻസിറ്റ് തിയോഡലൈറ്റിന്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ഡിഫൈൻ ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇത് 7 മാർക്കിനും ചോദിക്കാറുണ്ട്. അതോടൊപ്പം 3 മാർക്കിനാണ് നിലവിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ, ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് തിയോഡലൈറ്റ് പറയുമ്പോൾ 4 പോയിന്റുകളാണ് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം ഓടുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ തിയോഡലൈറ്റ് ട്രൈപോഡിന്റെ മുകളിൽ സെറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആണ് സെന്ററിംഗ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് ആണ് ലെവലിംഗ് അപ്പ്, ദെൻ ഫോക്കസിംഗ്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകും. സെറ്റിംഗ് അപ്പ് ഓഫ് തിയോഡലൈറ്റ് ഓൺ എ ട്രൈപോഡ്, അതായത് നമ്മുടെ ഈ ഇൻസ്ട്രുമെന്റ് ട്രൈപോഡിന്റെ മുകളിൽ സെറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഗിവൻ സ്റ്റേഷൻ ഉണ്ടാവും. ആ സ്റ്റേഷനിൽ എന്താക്കണം, നമ്മുടെ ട്രൈപോഡ് ഉണ്ടാവും. ട്രൈപോഡിന്റെ മുകളിലേക്ക് നമ്മുടെ തിയോഡലൈറ്റിന്റെ പാർട്സ് പഠിച്ച സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സാധനമായിരിക്കും ട്രിവെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രിവെറ്റ്. ഈ ട്രിവെറ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവും സ്ക്രൂ ചെയ്തിട്ടാണ് നമ്മുടെ ട്രൈപോഡിലേക്ക് തിയോഡലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യണം, ഈ തിയോഡലൈറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എപ്പോഴും എന്തായിരിക്കണം, നമുക്ക് കാണാൻ പറ്റുന്ന കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഹൈറ്റിലായിരിക്കണം എപ്പോഴും ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്യേണ്ടത്. നോർമലി നമ്മളുടെ ചെസ്റ്റ് ലെവലിനനുസരിച്ചായിരിക്കണം ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്യേണ്ടത്. Okay. For setting up of an instrument, the tripod is placed over the station. Its legs widely spread so that the center of the tripod head lies above the station point and its head approximately level. Then the instrument is fixed with the tripod by screwing through the trivet. The height of an instrument should be such that the observer can see through the telescope conveniently. Observer കാണുന്ന രീതിയിലായിരിക്കണം എന്ത് ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റിലെ സെറ്റിംഗ് അപ്പ് ഓഫ് എ ട്രൈപോഡ്, തിയോഡലൈറ്റ് ആണ് ട്രൈപോഡ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ആണെന്ത് സെന്ററിംഗ് എന്ന് പറയുന്നത്. നമുക്കൊരു സ്റ്റേഷൻ ഉണ്ടാവും അല്ലെ, നമുക്കൊരു പ്ലോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു പ്ലോട്ട് തന്നിട്ടുണ്ടാവും. ആ പ്ലോട്ടിൽ ഡിഫറെന്റ് സ്റ്റേഷൻസ് ഉണ്ടാവും. ഓരോ സ്റ്റേഷനിലും നമ്മൾ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്യണം അല്ലെ. ഓരോ സ്റ്റേഷനും സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ സ്റ്റേഷനായിരിക്കും ഉണ്ടാവും. ഈ സ്റ്റേഷന്റെ അകത്ത് നമ്മൾ എന്താക്കണം, കൃത്യമായിട്ട് സെന്ററിങ് ചെയ്യണം. ഈ സെന്ററിങ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റീഡിങ്സ് എന്തായിരിക്കും,
റോങ് ആയിട്ടുള്ള റീഡിങ്സ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്ററിങ് ചെയ്യുന്നത്. സെൻറ്ററിങ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ്, പ്ലം ബോബ് യൂസ് ചെയ്തിട്ടാണ് നോർമലി തിയോഡലൈറ്റ് എന്ത് ചെയ്യാറുള്ളത്, സെൻറ്ററിങ് ചെയ്യാറുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇറ്റ് ഇൻവോൾവ് സെറ്റിംഗ് അപ്പ് ഓഫ് തിയോഡലൈറ്റ് എക്സാക്ട്ലി ഓവർ ദ സ്റ്റേഷൻ മാർക്ക്. നമുക്ക് സ്റ്റേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ മുകളിൽ എന്താക്കുന്നു, തിയോഡലൈറ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. സെൻറ്ററിങ് ക്യാൻ ബി ഡൺ യൂസിങ് പ്ലം ബോബ് സസ്പെൻഡഡ് ഫ്രം എ സ്മോൾ ഹുക്ക് അറ്റാച്ച്ഡ് ടു ദ വെർട്ടിക്കൽ ആക്സിസ് ഓഫ് തിയോഡലൈറ്റ്. നമ്മുടെ ഈ ഒരു തിയോഡലൈറ്റിന്റെ ഒരു ഹുക്ക് ഉണ്ടാവും, തിയോഡലൈറ്റിന്റെ അടിയിൽ ഒരു ഹുക്ക് ഉണ്ടാവും. ആ ഹുക്കിൽ എന്താക്കുക, പ്ലം ബോബ് സസ്പെൻഡ് ചെയ്തിട്ട്, അതായത് തൂക്കിയിട്ടുകൊണ്ടാണ് നമ്മൾ സെൻറ്ററിങ് നടത്താറുള്ളത്. ഓക്കെ ആണോ? ദെൻ അടുത്ത സെൻറ്ററിങ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലെവലിംഗ് കൃത്യമായിട്ടല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന റീഡിങ്സുകൾ എന്താവും, തെറ്റിപ്പോവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ലെവലിംഗിന് നമ്മളെ സഹായിക്കുന്ന പാർട്ടാണ് എന്ത്, ഫുഡ് സ്ക്രൂസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു തിയോഡലൈറ്റിന്റെ പാർട്സുകൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച പാർട്ടുകളാണ് ഫുഡ് സ്ക്രൂസ് എന്ന് പറയുന്നത്. നമുക്ക് 3 ഫുഡ് സ്ക്രൂസ് ആണ് തിയോഡലൈറ്റിന് ഉണ്ടാവുക. ഓക്കെ, എങ്ങനെയാണ് ലെവലിംഗ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാണ് ഫുഡ് സ്ക്രൂസ് എന്ന് പറയുന്നത്. ഓക്കെ, 3 ഉണ്ട്, 1 2 3. ഓക്കെ, ഇതെന്ന് പറയുന്നത് ലെവൽ ട്യൂബ് ആണ്. ഈ ലെവൽ ട്യൂബ് എന്താക്കുന്നു, ഈ ലെവൽ ട്യൂബ് 2 ഫുഡ് സ്ക്രൂസിന് പാരലൽ ആയിട്ട് ആദ്യം നമ്മൾ വെക്കുന്നു. ഈ വെച്ച് കഴിഞ്ഞിട്ട് ഈ ഫുഡ് സ്ക്രൂസ് എന്താക്കുന്നു, ഒന്നെങ്കിൽ ഇൻവേർഡ് ഡയറക്ഷൻ, ഓക്കെ, ഒന്നെങ്കിൽ 2 ഫുഡ് സ്ക്രൂസും ഇൻവേർഡ് ഡയറക്ഷനിൽ, അല്ലെങ്കിൽ എന്താക്കുന്നു, ഔട്ട്വേർഡ് ഡയറക്ഷനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ എന്താക്കുക, ഇൻവേർഡ് ഡയറക്ഷനിൽ, അല്ലെങ്കിൽ എന്താക്കുന്നു, ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ചെയ്യുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 ഫുഡ് സ്ക്രൂസും സെയിം ഡയറക്ഷനിലായിരിക്കണം, സെയിം ടൈമിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്, അത് മാറിപ്പോകരുത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലെവൽ ട്യൂബിന്റെ ഉള്ളിലുള്ള ബബിള്, എയർ ബബിൾ എന്താവും, കൃത്യമായിട്ട് സെൻട്രലൈസ് ആവുന്നവരെ ഈ ഒരു പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രൊസീജിയർ കൃത്യമായി ചെയ്യുന്ന സമയത്ത് ഈ ഒരു എയർ ബബിൾ സെൻട്രലിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെവലായി എന്നാണ് അർത്ഥം. ദെൻ അടുത്ത സ്റ്റെപ്പ് ആണ് എന്ത്, അങ്ങനെ ലെവലായി കഴിഞ്ഞാൽ ഈ ലെവൽ ട്യൂബ് ഈ 2 ഫുഡ് സ്ക്രൂസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. ഓക്കെ, ഇങ്ങനെ ലെവലായി കഴിയുന്നു. ഇങ്ങനെ ലെവലായി കഴിഞ്ഞാൽ നേരെ എന്താക്കുക, ഇത് രണ്ടും ഈ 2 ഫുഡ് സ്ക്രൂസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. എന്നിട്ട് എന്താക്കുക, ഈ 2 ഫുഡ് സ്ക്രൂസിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു ഫുഡ് സ്ക്രൂവിലെ ഈ ഫുഡ് സ്ക്രൂ എന്താക്കുന്നു, റൊട്ടേറ്റ് ചെയ്യാം. ഒന്നുകിൽ ഇൻവേർഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഔട്ട്വേർഡ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു എയർ ബബിൾ നേരത്തെ ഉള്ള പോലെ തന്നെ സെൻട്രലിലേക്ക് വരും. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിൽ എന്താ, ഇൻസ്ട്രുമെന്റ് ലെവലായി എന്നാണ് അർത്ഥം. ഈ ഒരു പ്രൊസീജിയർ, ഈ ടോട്ടലുള്ള പ്രൊസീജിയർ ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് എന്താവും, ഇൻസ്ട്രുമെന്റ് കംപ്ലീറ്റ്ലി ലെവൽ ആയിട്ടുണ്ടാവും. ഓക്കെ ആണോ? നമുക്ക് നോക്കാം. Bring one of the level 2 parallel to any 2 of the foot screws by rotating the upper part of the instrument. എന്താകുന്നു, ഈ ലെവൽ ട്യൂബ്സ് എന്താക്കുക, 2 ഫുഡ് സ്ക്രൂസിന്റെ പാരലൽ ആയിട്ട് ആദ്യം സെറ്റ് ചെയ്യും. Then the bubble is brought to the center of the level tube by rotating the both foot screws either inward or outward direction. ഒന്നെങ്കിൽ എന്താക്കുന്നു, ഇൻവേർഡ് ഡയറക്ഷനിലോ അല്ലെങ്കിൽ ഔട്ട്വേർഡ് ഡയറക്ഷനിലോ റൊട്ടേറ്റ് ചെയ്യാം. Then rotate the instrument and make the bubble parallel to the third foot screw and repeat the procedure. എന്താക്കുന്നു, മൂന്നാമത്തെ ഫുഡ് സ്ക്രൂവിന് നേരെ വെക്കുന്നു, എന്നിട്ട് സെയിം പ്രൊസീജിയർ എന്താക്കുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ലെവലിംഗ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ദെൻ അടുത്ത ഫോക്കസിംഗ് എന്ന് പറയുന്നത്, ഫോക്കസിംഗ് 2 ടൈപ്പ് ഓഫ് ഫോക്കസിംഗ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്ന ഐ പീസ് ഫോക്കസിംഗ് ഉണ്ട്. ദെൻ അടുത്തതാണത് ഒബ്ജക്റ്റീവ് ലെൻസ് ഫോക്കസിംഗ് എന്ന് പറയുന്നത്. ഈ ഐ പീസ് ഫോക്കസിംഗ് എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെച്ചാൽ കൃത്യമായിട്ട് ഷാർപ്പ് ആൻഡ് ബ്ലാക്ക് ഇമേജ് ഓഫ് ക്രോസേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐ പീസ് ഫോക്കസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് ലെൻസ് ഫോക്കസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഒബ്ജക്റ്റിനെയാണോ നമ്മൾ ടെലിസ്കോപ്പിലൂടെ നോക്കാൻ ആഗ്രഹിക്കുന്നത്, അതിന്റെ ക്ലിയർ വ്യൂ, ഏതൊരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒബ്ജക്റ്റിന്റെ ക്ലിയർ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റീവ് ലെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഈ ഒരു ഐ പീസ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ക്രോസ് എയർ ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഈ ക്രോസ് എയർ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രോസ് എയർസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. ഫോർ ഫോക്കസിംഗ് ഓഫ് ദ ഐ പീസ്, point of the telescope to the sky or hold a piece of white paper in front of the telescope. Move the eyepiece in and out until a distinct sharp black image of process is seen.
അതായത് ഈ ക്രോസേഴ്സ് കിട്ടുന്ന പ്രൊസീജിയർ ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. എന്താക്കുക, ഈ നമ്മളെ ടെലിസ്കോപ്പിന്റെ ആ ടെലിസ്കോപ്പിന്റെ മുന്നിൽ എന്താക്കുക, ഒരു വൈറ്റ് പേപ്പർ വെക്കുക, ഒരു കഷ്ണം വൈറ്റ് പേപ്പർ വെക്കുക. എന്നിട്ട് എന്താക്കുക, ഐ പീസ് എന്താക്കുക, സൂം ഇനും സൂം ഔട്ടും ചെയ്യുന്നതിനനുസരിച്ച് എന്താവും നമ്മുടെ ക്രോസേഴ്സ് വരുന്നതാണ് ഇല്ലേ. ഇനി എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് ലെൻസ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയാം. അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്താക്കുക, ഏത് ഒബ്ജക്റ്റിലേക്കാണോ നോക്കേണ്ടത് അതിന് നേരെ ടെലിസ്കോപ്പ് ഡയറക്റ്റ് ചെയ്യാം. എന്നിട്ട് ഫോക്കസിങ് സ്ക്രൂ ഉണ്ടാവും. ഈ ഫോക്കസിങ് സ്ക്രൂ എന്താക്കുക, ടേൺ ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. അത് ഓരോ വ്യക്തിയുടെ കാഴ്ചയുടെ അനുസരിച്ചായിരിക്കും ഈ ഷാർപ്പൻ ചെയ്യേണ്ടതും റൊട്ടേറ്റ് ചെയ്യേണ്ടതും വ്യത്യാസം വരും. അതായത് ഒരു വ്യക്തിക്ക് കുറച്ച് കാഴ്ച കുറവാണെങ്കിൽ അയാൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു ഷാർപ്പനിങ് കുറച്ചുകൂടി കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. എപ്പോഴാണോ നിങ്ങൾ ക്ലിയർ ആയിട്ട് ആ ഒരു ക്ലിയർ ആൻഡ് ഷാർപ്പ് ഇമേജ് കിട്ടുന്നത് അതുവരെ ടേൺ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഈ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ട്രാൻസിറ്റ് തിയോറിനകത്ത് വരുന്നത്. ഓക്കെ ആണോ? യൂസസ് ഓഫ് കോണ്ടൂർ മാപ്പ്. കോണ്ടൂർ മാപ്പിന്റെ 3 യൂസസ് എഴുതാനാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം 3 യൂസസ് ഓഫ് കോണ്ടൂർ മാപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം എന്ത് കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെയിം എലിവേഷൻ ഉള്ള പോയിന്റുകൾ തമ്മിൽ വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. സെയിം എലിവേഷൻ അല്ലെങ്കിൽ സെയിം ലെവലുകളുള്ള പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കോണ്ടൂർ ലൈനുകൾ അടങ്ങിയിട്ടുള്ള മാപ്പിനെയാണ് നമ്മൾ എന്ത് പറയാറ്, കോണ്ടൂർ മാപ്പ് എന്ന് പറയാറുള്ളത്. ഓക്കെ ആണല്ലോ? ഞാൻ പറഞ്ഞത് സെയിം ലെവല് അല്ലെങ്കിൽ സെയിം എലിവേഷൻ, ഇങ്ങനെ സെയിം എലിവേഷനും സെയിം ലെവലുകളും ഒക്കെ വരയ്ക്കുന്ന മാപ്പുകൾ ആയതുകൊണ്ട് തന്നെ അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ലാൻഡിന്റെ ഫീച്ചർ നമുക്ക് എന്താക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, we can find the characteristics of land whether it is flat or undulated. ലാൻഡ് പരന്നിട്ടുള്ളതാണോ അല്ലെങ്കിൽ അൺഈവൻ സർഫസ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ എന്താക്കാൻ പറ്റും, നമുക്ക് കോണ്ടൂർ മാപ്പ് അനലൈസ് ചെയ്യുന്നവരുടെ മനസ്സിലാക്കാൻ പറ്റുന്നു. ദെൻ അടുത്തതാണെന്ത്, ഇങ്ങനെ ലാൻഡിന്റെ ഫീച്ചർ നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ഒരു ലാൻഡ് സ്യൂട്ടബിൾ ആണോ, നമ്മുടെ വർക്കിനനുസരിച്ച് സ്യൂട്ടബിൾ ആണോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ആവശ്യമുള്ള ലെവലുകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താക്കാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ദെൻ അടുത്തതാണെന്ന് എർത്ത് വർക്ക് എന്ന് പറയും. ഇപ്പം ചില കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ റോഡുകളാവട്ടെ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളാവട്ടെ ആ സമയത്തൊക്കെ എന്താവും നമുക്ക് ലെവലുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പം എത്രത്തോളം ഈ മണ്ണ് നമുക്ക് എക്സ്കവേറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഫില്ലപ്പ് ചെയ്യേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എന്താക്കേണ്ടി വരും, കണ്ടുപിടിക്കേണ്ടി വരും. അതിന് നമുക്ക് എന്താക്കുന്നുണ്ട്, ഈ കോണ്ടൂർ മാപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തതാണെന്ത്, ഏരിയ ഓഫ് ഡ്രെയിനേജ് ബേസ്. അതായത് നമ്മുടെ ഇപ്പം റിസർവോയർ ആവട്ടെ അല്ലെങ്കിൽ ഡാമുകളാവട്ടെ അല്ലെങ്കിൽ എന്താ പറയാ റിവർ ബെഡുകളാവട്ടെ അതിന്റെയൊക്കെ ഏരിയ കണ്ടെത്താൻ നമുക്ക് ഇതിലൂടെ കാണുന്നത് കോണ്ടൂർ മാപ്സ് റെഫർ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അടുത്ത ലാസ്റ്റ് ആണത് ഫോർ മിലിറ്ററി പർപ്പസസ്. അതായത് മിലിറ്ററി ഓപ്പറേഷൻസും മിലിറ്ററി പർപ്പസസിനും വേണ്ടിയിട്ട് കോണ്ടൂർ മാപ്പുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ആണോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ട്രാവേഴ്സ്. ഓപ്പൺ ട്രാവേഴ്സും ക്ലോസ്ഡ് ട്രാവേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കറിയാം ട്രാവേഴ്സിൽ 2 ടൈപ്പ് ഓഫ് ട്രാവേഴ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാണെന്ത്, ഓപ്പൺ ട്രാവേഴ്സ്. ദെൻ അടുത്തതാണെന്ത്, ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറയുന്നത്. ഈ ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, സീരീസ് ഓഫ് കണക്റ്റഡ് ലൈൻസിനാണ് നമ്മൾ എന്ത് പറയാറ്, ട്രാവേഴ്സ് എന്ന് പറയാറ്. സിംപിളി നമുക്ക് ഓപ്പൺ ട്രാവേഴ്സിനെ എങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോയിന്റ് തുടങ്ങി മറ്റൊരു അൺനോൺ ആയിട്ടുള്ള പോയിന്റിലാണ് അവസാനിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോയിന്റ് തുടങ്ങി മറ്റൊരു പോയിന്റിലാണ് ഇത് അവസാനിക്കുന്നതെങ്കിൽ ആ കൈൻഡ് ഓഫ് ട്രാവേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാറ്, ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറയാറുള്ളത്. ഓക്കെയാണോ? ഒരു പോയിന്റ് തുടങ്ങുന്നു മറ്റൊരു പോയിന്റിലാണ് അത് അവസാനിക്കുന്നതെങ്കിൽ അത്തരം കൈൻഡ് ഓഫ് ട്രാവേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറയാറുള്ളത്. An open traverse starts from a known point but does not return to the starting point or another known point. അതായത് എന്താവുന്നു, ഒരു
നോൺ ആയിട്ടുള്ള പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷെ അത് റിട്ടേൺ ആവുന്നില്ല എങ്ങോട്ട്, ഫസ്റ്റ് പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് അത് റിട്ടേൺ ആവുന്നില്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് ട്രാവേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറയാറുള്ളത്. ഇത് മെയിൻലി എന്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെച്ചാൽ ഈ റോഡ്, റെയിൽവേ, പൈപ്പ് ലൈൻ, കെനാൽസ് തുടങ്ങിയവയുടെ സർവേക്ക് വേണ്ടിയിട്ടാണ് ഓപ്പൺ ട്രാവേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ അല്ലേ? ദെൻ അടുത്തതാണെന്ത്, ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പേര് തന്നെ ഉണ്ടല്ലേ, ക്ലോസ്ഡ്. അപ്പൊ എന്തായിരിക്കും, അതൊരു ക്ലോസ്ഡ് പോളിഗൺ ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. ഓക്കെ, സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു പോയിന്റ് തുടങ്ങി, എ എന്ന് പറയുന്ന പോയിന്റ് തുടങ്ങി അത് ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും, എയിൽ തന്നെ ആയിരിക്കും അത് അവസാനിക്കുക. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങി സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ അവസാനിക്കുകയാണെങ്കിൽ അതൊരു ക്ലോസ്ഡ് പോളിഗൺ ഉണ്ടാക്കുകയാണെങ്കിൽ അത്തരം ട്രാവേഴ്സുകളാണെന്ത്, ക്ലോസ്ഡ് ട്രാവേഴ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണ്? Okay, a closed traverse starts from a known point and it ends at the same point. അത്തരം എന്നിട്ട് എന്തുണ്ടാക്കുന്നു, ഒരു ക്ലോസ്ഡ് പോളിഗൺ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്തരം ട്രാവേഴ്സുകളാണ് എന്ത് പറയാറുള്ളത്, ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറയാറുള്ളത്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് വെച്ചാൽ ഒരു പ്ലോട്ടിന്റെ ഏരിയ കാണാൻ അല്ലെങ്കിൽ ബൗണ്ടറി കാണാൻ തുടങ്ങിയവയ്ക്കാണത് ഈ ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് മെയിൻലി യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ദ സർവേ ഓഫ് മെയിൻലി എന്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഫീൽഡ്, അതുപോലെ തന്നെ ലേക്സ്, ഫോറസ്റ്റ്, ബൗണ്ടറീസ്, പ്ലോട്ട്സ് ഓഫ് ലാൻഡ് തുടങ്ങിയവയ്ക്കാണെന്ത് മെയിൻലി ക്ലോസ്ഡ് ട്രാവേഴ്സ് യൂസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് എറർ ഇൻ ടോട്ടൽ സ്റ്റേഷൻ ഡാറ്റ? ടോട്ടൽ സ്റ്റേഷൻ ഡാറ്റയിൽ ഉണ്ടാകുന്ന എറേഴ്സ് ഏതൊക്കെയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. മെയിൻലി 3 കൈൻഡ് ഓഫ് എറേഴ്സ് ആണ് ടോട്ടൽ സ്റ്റേഷന്റെ അകത്തുള്ള എറേഴ്സ് ഉണ്ടാവാറ്. ഒന്നെന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റൽ എറർ, ദെൻ നാച്ചുറൽ എറർ, ദെൻ പേഴ്സണൽ എറർ എന്ന് പറയുന്നത്. ഈ ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും, അത് ഒന്നെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇംപെർഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിഫക്ട്സുകൾ കൊണ്ട്, അല്ലെങ്കിൽ കാലിബ്രേഷൻ ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ് കാലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന മിസ്അലൈൻമെന്റ്സ് തുടങ്ങിയവ കൊണ്ട് ഉണ്ടാവുന്ന എറേഴ്സുകളാണെന്ത് ഇൻസ്ട്രുമെന്റൽ എറേഴ്സുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ മാനുഫാക്ചറിങ് ഡിഫക്ട്സ് അല്ലെങ്കിൽ അലൈൻമെന്റ് ഉണ്ടാകുന്ന ഇംപ്രോപ്പർ അലൈൻമെന്റുകൾ കൊണ്ട് എന്തുണ്ടാവുന്നു, ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി. ആ ഇൻസ്ട്രുമെന്റ് കൊണ്ട് ഞാനൊരു റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി ആ ഇൻസ്ട്രുമെന്റിന്റെ തരുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഒരു റീഡിംഗ് എന്തായിരിക്കും, എറർ ആയിരിക്കും. അത്തരം എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറയാറുള്ളത്. ദീസ് എറേഴ്സ് അറൈസ് ഫ്രം ദ ഇംപെർഫെക്ഷൻസ് ഓഫ് ദ ഡിസൈൻ, മാനുഫാക്ചറിങ് ഓർ കാലിബ്രേഷൻ ഓഫ് ടോട്ടൽ സ്റ്റേഷൻ ഇറ്റ്സെൽഫ്. അതായത് എറേഴ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഇംപെർഫെക്ഷൻസ് കൊണ്ടാണ്. അതൊന്നെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കാലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് തുടങ്ങിയവ ഇംപെർഫെക്ഷൻസ് കൊണ്ട് ഉണ്ടാകുന്ന എറേഴ്സുകളാണെന്ത് ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണെന്ത് നാച്ചുറൽ എറേഴ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ എറേഴ്സ് എന്ന് പറയുന്നത് എൻവയോൺമെന്റിലുള്ള ഫാക്ടേഴ്സ്, ടെമ്പറേച്ചർ, വിൻഡ്, അതുപോലെ തന്നെ എന്താ പറയാ ഈ മാഗ്നറ്റിക് ഫീൽഡുകൾ, എർത്തിന്റെ കർവേച്ചർ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ഉണ്ടായേക്കാവുന്ന എറേഴ്സുകളാണ് നാച്ചുറൽ എറേഴ്സ് എന്ന് പറയുന്നത്. ദെൻ പേഴ്സണൽ എറേഴ്സ്. പേഴ്സണൽ എറേഴ്സ് ആ ഒരു വേർഡ് തന്നെ ഉണ്ടല്ലേ, നമ്മളാണ് റീഡിംഗ് എടുക്കുന്ന സമയത്ത്. ഈ റീഡിംഗ് എടുക്കുന്ന സമയത്ത് എന്തുണ്ടാവാം, ചിലപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കും. റീഡിംഗ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ റീഡിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാവും തുടങ്ങിയുള്ള മാൻ പവേഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന എന്താ പറയാ എറേഴ്സ്, അല്ലെങ്കിൽ മാനുവലി ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് നമ്മൾ എന്താ പറയാ പേഴ്സണൽ എറർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻസ്ട്രുമെന്റൽ എറേഴ്സിൽ ഫസ്റ്റത്തേതാണത് ഹൊറിസോണ്ടൽ കോർഡിനേഷൻ എറർ. അതിനെ തന്നെയാണ് ലൈൻ ഓഫ് സൈറ്റ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ കോർഡിനേഷൻ എറർ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് എറേഴ്സ്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെലിസ്കോപ്പിന്റെ ലൈനോസ്കോപ്പും ഹൊറിസോണ്ടൽ ആക്സിസും കൃത്യമായിട്ട് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ, ഓക്കെ, എന്തൊക്കെയാണ്, ടെലിസ്കോപ്പിന്റെ ലൈൻ ഓഫ് സൈറ്റും ഹൊറിസോണ്ടൽ ആക്സിസും പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഉണ്ടാവുന്ന എറർ അല്ലെങ്കിൽ ഒക്കർ ചെയ്യുന്ന എററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൊറിസോണ്ടൽ കോളിമേഷൻ എറർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?
ടെലിസ്കോപ്പിന്റെ ലൈൻ ഓഫ് സൈറ്റും ഹൊറിസോണ്ടൽ ആക്സിസും പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഉണ്ടാവുന്ന എററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൊറിസോണ്ടൽ കൊളിമേഷൻ എറർ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് എന്ത്? വെർട്ടിക്കൽ കൊളിമേഷൻ എറർ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെർട്ടിക്കൽ സർക്കിളിന്റെ അകത്ത് എന്താവും? 0 to 180 ഡിഗ്രി ലൈനുകൾ ഉണ്ടാവും വെർട്ടിക്കൽ സർക്കിൾ. ഇതെന്താവും? കൃത്യമായിട്ട് ഇൻസ്ട്രുമെന്റിന്റെ വെർട്ടിക്കൽ ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നില്ലെങ്കിൽ, ഓക്കെ, വെർട്ടിക്കൽ സർക്കിളിലുള്ള ലൈനുകൾ എന്തുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നില്ല? വെർട്ടിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ വെർട്ടിക്കൽ ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ഉണ്ടാവുന്ന എറേഴ്സിനാണ് വെർട്ടിക്കൽ കൊളിമേഷൻ എറർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്തതാണെന്ത്? ടിൽറ്റിംഗ് ആക്സിസ് എറർ. ഇതിനെ തന്നെയാണ് ട്യൂണേഷൻ ആക്സിസ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിൽറ്റിംഗ് ആക്സിസും അതുപോലെ തന്നെ വെർട്ടിക്കൽ ആക്സിസും കൃത്യമായിട്ട് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ, ഓക്കെ, ടിൽറ്റിംഗ് ആക്സിസും വെർട്ടിക്കൽ ആക്സിസും കൃത്യമായിട്ട് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഉണ്ടാവുന്ന എററിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ടിൽറ്റിംഗ് ആക്സിസ് എറർ അല്ലെങ്കിൽ ട്യൂണേഷൻ എറർ എന്ന് പറയുന്നത്. ഓക്കെ, ലൈൻ ഓഫ് സൈറ്റും ടെലിസ്കോപ്പിന്റെ ലൈൻ ഓഫ് സൈറ്റും ഹൊറിസോണ്ടൽ ആക്സിസും പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ പറയുന്ന പേരാണെന്ത്? ഹൊറിസോണ്ടൽ കൊളിമേഷൻ എറർ. അതോടൊപ്പം ടിൽറ്റിംഗ് ആക്സിസും വെർട്ടിക്കൽ ആക്സിസും പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഉണ്ടാവുന്ന എറർ ആണെന്ത്? ടിൽറ്റിംഗ് ആക്സിസ് എറർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്തതാണെന്ത്? എസെൻട്രിസിറ്റി എറർ എന്ന് പറയുന്നത്. ഓക്കെ, എസെൻട്രിസിറ്റി എറർ ഇതെന്ന് പറയുന്നത് ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ മെക്കാനിക്കൽ സെന്റർ ആക്സിസും അതോടൊപ്പം സെന്റർ ഓഫ് മെഷറിംഗ് സർക്കിളും കൃത്യമായിട്ടല്ല അലൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ, ഓക്കെ, മെക്കാനിക്കൽ സെന്റർ ഓഫ് ഇൻസ്ട്രുമെന്റ് ആക്സിസും അതോടൊപ്പം സെന്റർ ഓഫ് മെഷറിംഗ് സർക്കിളും കൃത്യമായിട്ടല്ല അലൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ഉണ്ടാവുന്ന എററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസെൻട്രിസിറ്റി എറർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്തതാണെന്ത്? ഇഡിഎം എറർ എന്ന് പറയുന്നത്. ഈ ഇഡിഎം എറർ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഇഡിഎം യൂണിറ്റ് ആണ് അല്ലെ? നമ്മുടെ ടോട്ടൽ സ്റ്റേഷന്റെ അകത്ത് ഒരു ഇഡിഎം യൂണിറ്റ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഡിഎം യൂണിറ്റ് ഉണ്ട്. ഈ ഇഡിഎം യൂണിറ്റിന് എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തരുന്ന ഔട്ട്പുട്ട് തരുന്ന ഡിസ്റ്റൻസിൽ എന്തായിരിക്കും? എറേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇഡിഎം യൂണിറ്റിന് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിലെ ഡിസ്റ്റൻസിൽ എന്തായിരിക്കും? എറേഴ്സ് ഉണ്ടാവും. അത്തരം എറേഴ്സ് ആണ് എന്ത്? ഇഡിഎം എറർ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണെന്ത്? ഒപ്റ്റിക്കൽ പ്ലമറ്റ് എറർ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ടോട്ടൽ സ്റ്റേഷന്റെ അകത്ത് രണ്ട് ടൈപ്പിലാണ് നമ്മൾ സെൻറ്ററിങ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ പ്ലമറ്റ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ലേസർ പ്ലമറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന മിസ്അലൈൻമെന്റുകൾ എന്താക്കാം? നമ്മൾ കൃത്യമായിട്ട് സെൻറ്ററിങ് ചെയ്യാൻ സാധിക്കാതെ വരും ആണല്ലോ. ഈ കൃത്യമായിട്ട് നമ്മൾ സ്റ്റേഷന്റെ അകത്ത് സെൻറ്ററിങ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്താവും? നമ്മൾ എടുക്കുന്ന റീഡിങ്ങുകൾ തെറ്റിപ്പോകും. അപ്പം ആ കൈൻഡ് ഓഫ് എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒപ്റ്റിക്കൽ പ്ലമറ്റ് എറർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്കൊന്നുകൂടി നോക്കി നോക്കാം. ഹൊറിസോണ്ടൽ കൊളിമേഷൻ എറർ എന്ന് പറഞ്ഞാൽ എന്താ? ടെലിസ്കോപ്പിന്റെ ലൈൻ ഓഫ് സൈറ്റും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആക്സിസും പെർപെൻഡിക്കുലർ അല്ലാത്ത കേസിലാണ് എന്ത്? ഹൊറിസോണ്ടൽ കൊളിമേഷൻ എറർ ഉണ്ടാവുന്നത്. വെർട്ടിക്കൽ കൊളിമേഷൻ എറർ എന്ന് പറയുന്നത് എന്താ? വെർട്ടിക്കൽ സർക്കിളിലുള്ള ലൈൻസുകൾ എന്തുമായിട്ട് കോയിൻസൈഡ് ചെയ്യാത്തത്? ഇൻസ്ട്രുമെന്റിന്റെ വെർട്ടിക്കൽ ആക്സിസ് ആയിട്ട് കോയിൻസൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എറേഴ്സ് ആണ് എന്ത്? വെർട്ടിക്കൽ കൊളിമേഷൻ എറർ എന്ന് പറയുന്നത്. ടിൽറ്റിംഗ് ആക്സിസ് എറർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ടിൽറ്റിംഗ് ആക്സിസും അതുപോലെ തന്നെ വെർട്ടിക്കൽ ആക്സിസും പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഉണ്ടാവുന്ന എറർ ആണെന്ത്? ടിൽറ്റിംഗ് ആക്സിസ് എറർ എന്ന് പറയുന്നത്. ദെൻ എസെൻട്രിസിറ്റി എറർ എന്ന് പറഞ്ഞാൽ എന്താ? മെക്കാനിക്കൽ സെന്റർ ഓഫ് ഇൻസ്ട്രുമെന്റ് ആക്സിസും അതുപോലെ തന്നെ സെന്റർ ഓഫ് മെഷറിംഗ് സർക്കിളും പെർഫെക്റ്റ് ആയിട്ടല്ല അലൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അതുകൊണ്ട് ഉണ്ടാവുന്ന എറർ ആണെന്ത്? എസെൻട്രിസിറ്റി എറർ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണെന്ത്? ഇഡിഎം എറർ എന്ന് പറയുന്നത്. ഇഡിഎം യൂണിറ്റിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇഡിഎം യൂണിറ്റിനെ കംപ്ലൈന്റുകൾ കൊണ്ടുണ്ടാവുന്ന എറേഴ്സ് ആണെന്ത്? ഇഡിഎം എറർ എന്ന് പറയുന്നത്. ദെൻ ഒപ്റ്റിക്കൽ പ്ലമറ്റ് എറർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സെൻറ്ററിങ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ പ്ലമറ്റ് അല്ലെങ്കിൽ ലേസർ പ്ലമറ്റ്, ഇതിന് രണ്ടിനും തകരാറുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ മിസ്അലൈൻമെന്റുകൾ ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല? കൃത്യമായിട്ട് സെൻറ്ററിങ് നടത്താൻ പറ്റില്ല. സോ അതുകൊണ്ട് ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒപ്റ്റിക്കൽ പ്ലമറ്റ് എറർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഇഡിഎം. ഡിസ്ക്രൈബ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഇഡിഎം. ഇഡിഎമ്മിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതാനാണ് നമ്മൾ പറഞ്ഞത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഇഡിഎം. ഇഡിഎമ്മിന്റെ ഫുൾ ഫോമുകൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. കാരണം വൺ വേർഡിന് നമുക്ക് ചോദിക്കാറുണ്ട്. ഇഡിഎം എന്ന് പറഞ്ഞാൽ എന്താ?
ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്ററിനെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റിനെയാണ് നമ്മൾ EDM എന്ന് പറയാറുള്ളത് അല്ലെ. ഓക്കെ, ഇലക്ട്രോണിക്കലി നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ കൈൻഡ് ഓഫ് ഇൻസ്ട്രുമെന്റ്സിനെയാണ് നമ്മൾ സാധാരണ EDMകളായിട്ട് പറയാറുള്ളത്. ഇവിടെ എന്താ മെയിൻലി നമ്മൾ എടുക്കുന്നത് ഡിസ്റ്റൻസ് ആണ് അല്ലെ. അതിന്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു EDM യൂണിറ്റ് ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു ടോട്ടൽ സ്റ്റേഷൻ ആണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു EDM ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ന് വിചാരിക്കും. എനിക്ക് ഇവിടം തൊട്ട് ഈ ഒരു എ എന്ന് പറഞ്ഞ പോയിന്റ് മുതൽ ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് മുതൽ ബി എന്ന് പറഞ്ഞ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എനിക്ക് മെഷർ ചെയ്യണമെന്ന് വിചാരിക്കും. ഓക്കെ, എ എന്ന് പറഞ്ഞ പോയിന്റ് മുതൽ ബി എന്ന് പറഞ്ഞ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എനിക്ക് മെഷർ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ എന്താക്കുന്നു, എ എന്ന് പറഞ്ഞ പോയിന്റിൽ എന്റെ EDM സെറ്റ് ചെയ്യുന്നു. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഞാൻ എന്റെ റിഫ്ലക്ടർ സെറ്റ് ചെയ്യുന്നു. റിഫ്ലക്ടർ ആവാം അല്ലെങ്കിൽ പ്രിസം ആവാം. ഓക്കെ, ടോട്ടൽ സ്റ്റേഷന്റെ കേസിൽ നമ്മൾ പ്രിസംസ് ആണ് യൂസ് ചെയ്യാറ്. ഈ EDMന്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു EDM ഈ പ്രിസത്തിലേക്ക് അല്ലെങ്കിൽ ഈ റിഫ്ലക്ടറിലേക്ക് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നു. പോയിന്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്താകുന്നു, പ്രൊഡ്യൂസ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു പ്രിസത്തിലേക്ക് അല്ലെങ്കിൽ ഈ റിഫ്ലക്ടറിലേക്ക് പോകും. ഈ പോയിട്ട് ഈ റിഫ്ലക്ടർ എന്താകുന്ന വെച്ചാൽ ഇതിനെ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ എന്താവും, ഈ പോയ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിരിച്ച് വരുന്നു. ഈ തിരിച്ചു വരാൻ എടുക്കുന്ന സമയം, ഓക്കെ, പോയ സമയം തിരിച്ചു വരാൻ എടുക്കുന്ന സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡിസ്റ്റൻസ് കിട്ടുന്നത്. ഓക്കെയാണോ? EDM റിഫ്ലക്ടറിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നു. ആ പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കുന്നു, ഈ ഒരു EDM ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് നേരെ റിഫ്ലക്ടർ തട്ടി റിഫ്ലക്ട് ചെയ്ത് എത്താനെടുക്കുന്ന ടൈം അല്ലെങ്കിൽ ട്രാവലിംഗ് ടൈം, ഇതിനെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? An EDM measures the distance by transmitting an electromagnetic wave from a master station to a reflector at a remote point, which reflects a wave back. The instrument then measures a phase of difference between the outgoing and incoming waves or the travel time to calculate the distance using. Okay, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Explain the measurement of distance with total station. ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുന്നത്, ഡിസ്റ്റൻസ് എടുക്കുന്നത് എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. മെഷർമെന്റ് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് ടോട്ടൽ സ്റ്റേഷൻ. ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നതും ഒരു EDM യൂണിറ്റ് ആണ്. അപ്പം EDMന്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണോ സെയിം വേയിലാണ് ഈ ഒരു ടോട്ടൽ സ്റ്റേഷന്റേതും മെഷർമെന്റ് ഡിസ്റ്റൻസ് മെഷർമെന്റ് ചെയ്യുന്നത്. അതായത് ടോട്ടൽ സ്റ്റേഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ സ്റ്റേഷന്റെ അകത്തുനിന്ന് ഒരു ലേസർ ലൈറ്റ്, നമ്മുടെ ഇതൊരു പ്രിസം ആണെന്ന് വിചാരിക്കാം, റിഫ്ലക്ടർ ആയിട്ട് ടോട്ടൽ സ്റ്റേഷന്റെ കേസിൽ പ്രിസം ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഈ പ്രിസത്തിലേക്ക് എന്താകുന്നു, നേരെ ഒരു ലേസർ ലൈറ്റ് വന്ന് പതിക്കുന്നു. അത് നേരെ റിഫ്ലക്ട് ചെയ്യുന്നു. ഈ റിഫ്ലക്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതുപോലെ തന്നെ ഇതിന്റെ വെലോസിറ്റി തുടങ്ങിയവ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ EDMന്റെ അകത്ത് ടോട്ടൽ സ്റ്റേഷൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അതായത് ഈ ടോട്ടൽ സ്റ്റേഷൻ ഡിവൈസിന്റെ അകത്തുനിന്ന് ഒരു ലേസർ ലൈറ്റ് പോകുന്നു, അത് നേരെ പ്രസത്തിൽ പോകുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഈ തിരിച്ചു വരാൻ എടുക്കുന്ന ടൈം വെച്ചിട്ടാണ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? A laser is emitted and it strikes the target, usually prism, and it's received and it interpreted as distance. Slope of the distance between the instrument and the target is measured, and horizontal distance is then reduced using inbuilt microprocessor. അതായത് ടോട്ടൽ സ്റ്റേഷന്റെ അകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള മൈക്രോ പ്രോസസർ ഉണ്ടാക്കുന്നു. ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഏരിയൽ ആൻഡ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാമെട്രി. ഏരിയലും ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാമെട്രിയും തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. അതിന്റെ രണ്ടിന്റെയും പേരും തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കും. ഏരിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതൊന്നെങ്കിൽ ഡ്രോൺസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എയറോപ്ലെയിൻ വെച്ചിട്ടോ സാറ്റലൈറ്റ് വെച്ചിട്ടോ ആയിരിക്കും മാപ്പ് ക്യാപ്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നത്. ടെറിട്ടറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ടെറിട്ടറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കുന്നു,
ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോഗ്രാഫിനെയാണ് നമ്മൾ എന്താ പറയുക ടെറിസ്റ്ററിയൽ ഫോട്ടോഗ്രാമെട്രി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഏരിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യാപ്ചറിങ് ഇമേജസ് ഫ്രം ഡ്രോൺസ്, എയറോപ്ലെയിൻസ്, സാറ്റലൈറ്റ് ടു പ്രൊഡ്യൂസ് മാപ്സ് ആൻഡ് 3D മോഡൽസ്. അതായത് ഡ്രോൺസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എയറോപ്ലെയിൻ യൂസ് ചെയ്തിട്ടോ സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ടോ നമ്മൾ എന്താക്കുന്നു, ഇമേജ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മാപ്പ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ 3D മോഡൽസ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഏരിയൽ ഫോട്ടോഗ്രാമെട്രി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ ടെറിസ്റ്ററിയൽ ഫോട്ടോഗ്രാമെട്രി എന്ന് പറയുന്നത് എന്താ? നമ്മൾ എന്താക്കുന്നു, ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് നമ്മൾ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നത്. ഇത് മിക്കവാറും എന്താക്കുന്നു, ഒരു ട്രൈപോഡിന്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ചിട്ടോ ഒരു ഫോട്ടോ എടുത്ത് അത് പിന്നെ മാപ്പായിട്ട് നമ്മൾ എന്താക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിന്റെ എന്താ പറയാ സ്ട്രക്ചറിന്റെ ഒരു അനാലിസിസ് നടത്തുകയാണ്, സ്ട്രക്ചറിന്റെ ഡിഫോർമേഷൻ അനാലിസിസ് നടത്തുകയാണ്, തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ടെറിസ്റ്ററിയൽ ഫോട്ടോഗ്രാമെട്രി യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് എനി 3 അപ്ലിക്കേഷൻസ് ഓഫ് GPS. GPS-ന്റെ ഏതെങ്കിലും 3 അപ്ലിക്കേഷൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ അകത്ത് ഈ 4th മൊഡ്യൂളിലെ കേസ് എടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഷോർട്ട് ടേമുകൾ ഉണ്ട്. GPS, GIS, GNSS തുടങ്ങിയ കുറെ ഷോർട്ട് ഫോമുകൾ. ഇതിന്റെ ഒക്കെ എക്സ്പാൻഡഡ് ഫോം നമ്മളെപ്പോഴും പഠിച്ചിരിക്കും. GPS എന്ന് പറയുമ്പോൾ എന്താ? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണത് GPS എന്ന് പറയുന്നത്. GPS നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ GPS ഏതൊക്കെ കേസസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ അപ്ലിക്കേഷനിലാണ് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഒരു അപ്ലിക്കേഷൻ ആണത് ലാൻഡ് സർവേയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ലാൻഡ് സർവേന്റെ കേസിൽ നമ്മൾ എന്താണ് GPS യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റ് ലേഔട്ട് എടുക്കാനും അതുപോലെ തന്നെ മെഷീൻസ് കൺട്രോൾ ചെയ്യാൻ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പൊ എന്താ പറയുക നമ്മളെ എന്താ പറയാ ഈ ടെസ്ല വെഹിക്കിൾസ് കണ്ടിട്ടില്ല? ടെസ്ല വെഹിക്കിൾസ് ഒരു മനുഷ്യന്മാരില്ലാതെ അതായത് ഡ്രൈവേഴ്സ് ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യുന്ന വെഹിക്കിൾസ് ആണ്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എന്താവും ആ ഒരു ലൊക്കേഷനിലേക്ക് പോകും. ആ ഒരു കൈൻഡ് ഓഫ് മെഷീൻസ് റൺ ചെയ്യുന്നത് മുഴുവൻ GPS-ന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ നമ്മൾ സിവിൽ എഞ്ചിനീയറിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പൊ എക്സ്കവേറ്റേഴ്സ്, ബുൾഡോസേഴ്സ് തുടങ്ങിയവയൊക്കെ അങ്ങനെ റൺ ചെയ്യുന്നുണ്ട്. ഭാവിയിൽ നമ്മൾ ചിലപ്പോൾ നമ്മളെ രാജ്യത്തേക്ക് എത്തുമായിരിക്കും. ഓക്കെ, ദെൻ അടുത്തതാണത് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. അതിൻ്റെ അകത്ത് റോഡ് അലൈൻമെന്റ്, ട്രാഫിക് മാനേജ്മെന്റ് തുടങ്ങിയവയിലൊക്കെ എന്താണ് GPS സഹായിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ദെൻ അടുത്തതാണ് എന്താണ് ഡ്രോൺ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രോൺ, വാട്ട് ഈസ് ഡ്രോൺ സർവേ? ഓക്കെ, എന്താണ് ഡ്രോൺ സർവേ എന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഏരിയൽ ഫോട്ടോഗ്രാമെട്രി പഠിച്ചില്ലേ? ആ ഒരു കൈൻഡ് ഓഫ് ഫോട്ടോഗ്രാമെട്രി ആണത് ഡ്രോൺ സർവേ എന്ന് പറയുന്നത്. ഡ്രോൺ സർവേ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഒരു ഹൈ റെസൊല്യൂഷനിൽ ക്യാമറ യൂസ് ചെയ്തിട്ടോ ഒരു സെൻസർ യൂസ് ചെയ്തിട്ടോ ഒരു ഏരിയ, ഒരു ലാർജർ ഏരിയയുടെ ഒരു ഡാറ്റ ഗ്യാദർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു കൈൻഡ് ഓഫ് സർവേ ആണ് ഡ്രോൺ സർവേ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു എന്താ പറയാ ഗുണമേന്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഡ്രോൺസ് ഫാസ്റ്റർ ആയിട്ട് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതായത് ഒരു മാൻ പവർ കൊണ്ട് നമുക്ക് സർവേ ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ ഗ്യാദർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു ഹസാഡസ് ആയിട്ടുള്ള ഒരു ഏരിയ, ഒരു ലാൻഡ് സ്ലൈഡ് നടന്നു എന്ന് വിചാരിക്കാം. ആ ലാൻഡ് സ്ലൈഡ് നടന്ന ഏരിയ ഇൻസ്പെക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഡ്രോൺ സർവേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? എ ഡ്രോൺ സർവേ യൂസസ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് equipped with cameras or sensors to capture high resolution aerial imagery and data for applications like land mapping, constructions and inspections. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ലാൻഡ് മാപ്പിംഗ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റുകൾ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ ഹസാഡസ് ആയിട്ടുള്ള ഏരിയാസ് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രോൺ സർവേ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ദിസ് മെത്തഡ് ഈസ് ഫാസ്റ്റർ, more cost effective and safer than traditional surveying, as it is can collect data from inaccessible or hazardous area. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് എത്തിപ്പെടാനാവാത്ത ഏരിയാസ് അല്ലെങ്കിൽ ഹസാഡസ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ലാൻഡ് സ്ലൈഡ് ഒക്കെ നടന്നിട്ടുള്ള ആ ഒരു ഏരിയാസിൽ നമുക്ക് എന്താക്കാൻ പറ്റും?
ഡാറ്റ ഗ്യാദർ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ അല്ലേ? ഇത്രയും പാർട്ടുകളാണ് നമ്മുടെ ബി പാർട്ടിൽ വരുന്നത്. ഓക്കെ ആണോ? ഇത് ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് സാധാരണയായി ഫസ്റ്റ് മൊഡ്യൂളിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ 2021 സ്കീമിൽ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കോണ്ടൂർ ഇൻ്റർവലും അതുപോലെ തന്നെ ഏരിയയും തന്നിട്ട് വോളിയം കണ്ടുപിടിക്കാനുള്ളത്, ഒരു റിസർവോയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പം ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കോണ്ടൂർ ഇൻ എ ലേക്സ് ആർ ഫോളോസ്. കോണ്ടൂർ തന്നിട്ടുണ്ട്, കോണ്ടൂർ ഇൻ്റർവൽസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഏരിയ തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പറയണേ? കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ വാട്ടർ ബിറ്റ്വീൻ കോണ്ടൂർസ് 270 ആൻഡ് 290 മീറ്റർ ബൈ ട്രപ്പിസോഡൽ ഫോർമുല ആൻഡ് പ്രിസമോഡൽ ഫോർമുല. നമ്മളോട് ഒരു ലേക്കിൻ്റെ വോളിയം, അതായത് ലേക്കിൻ്റെ അകത്തുള്ള വാട്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഒന്നെന്ന് പറയുന്നത് ട്രപ്പിസോഡൽ റൂളും, ദെൻ അടുത്തതാണ് പ്രിസമോഡൽ റൂളും. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ അതിൻ്റെ അകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ റൂൾ ഏതായിരുന്നു പറയുന്നത്? നമ്മളോട് പറഞ്ഞ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ട്രപ്പിസോഡൽ റൂളാണ് അല്ലേ? ട്രപ്പിസോഡ് ഫോർമുലയിലൂടെയാണ് ഫസ്റ്റ് നമ്മളോട് എന്ത് കാണാൻ പറയുന്നത്? ഏരിയ കാണാൻ പറയുന്നത്. എങ്ങനെയാണ് ട്രപ്പിസോഡൽ ഫോർമുല എന്താണെന്ന് നോക്കാം. വോളിയം കാണാം. വോളിയം ഈസ് ഈക്വൽ ടു H ഇൻറ്റു A1 പ്ലസ് AN ഡിവൈഡ് ബൈ 2 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് AN മൈനസ് 1. ഇതാണ് എന്ത്? ട്രപ്പിസോഡൽ ഫോർമുല എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് H എന്ന് പറയുന്നത് കോണ്ടൂർ ഇൻ്റർവെൽ ആണ്. ഓക്കെ, H എന്ന് പറയുന്നത് കോണ്ടൂർ ഇൻ്റർവെൽ ആണ്. A എന്ന് പറയുന്നത് ഏരിയ ആണ്. ഓക്കെ ആണോ? ഇതിൻ്റെ അകത്ത് വാല്യൂസ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഫസ്റ്റത്തെ ആൻസർ കിട്ടുന്നതാണ്, ട്രപ്പിസോഡൽ ഫോർമുലേൻ്റെ കിട്ടുന്നതാണ്. ഈ A1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഏരിയ ആണ്, AN എന്ന് പറയുന്നത് ലാസ്റ്റ് ഏരിയ ആണ്. ദെൻ അതിൻ്റെ ഇടയിലുള്ള ഏരിയസ് ആണ് പിന്നെ സം ചെയ്യേണ്ടത്. നമുക്ക് ചെയ്ത് നോക്കാം. വോളിയം ഇസ് ഈക്വൽ ടു H കണ്ടുപിടിക്കുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് H വേണം അല്ലേ? H എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടൂർ ഇൻ്റർവെൽ ആണ് അല്ലേ? കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കോണ്ടൂറുകൾക്കിടയിലുള്ള, രണ്ട് തൊട്ടടുത്ത കോണ്ടൂറുകൾക്കിടയിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനാണ് നമ്മളെന്ത് കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു കേസ് എടുക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് തൊട്ടടുത്ത കോണ്ടൂർ ഇൻ്റർവെല്ലുകൾ എടുക്കുന്നു. അതായത് 270 എടുക്കുന്നു, 275 എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയ്ക്കും? 275 മൈനസ് 270 എത്രയാണ്? 5 മീറ്റർ ആണ് ഇവിടെയുള്ള കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. നമുക്ക് നോക്കിയാൽ 5 മീറ്റർ വെച്ചിട്ടല്ലേ ഓരോന്നിങ്ങനെ കൂടിപ്പോകുന്നത്. 270നോട് 5 കൂട്ടുമ്പോൾ 275, അതിനോട് 5 കൂട്ടുമ്പോൾ 280 വരുന്നു. അങ്ങനെ 5ൻ്റെ ഇൻ്റർവെല്ലിലാണ് എന്ത് കോണ്ടൂർ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് H എത്ര കിട്ടി? H എന്ന് പറയുന്നത് 5 മീറ്റർ ആണ് അല്ലേ? അപ്പം എളുപ്പത്തിൽ വേണ്ടി ഉണ്ടാവും. ഓരോ ഏരിയാസ് ആദ്യം തന്നെ എഴുതി വെക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും? വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് A1 എന്ന് പറയുന്നത് 2050 മീറ്റേഴ്സ് ആണ്. A2 എന്ന് പറയുന്നത് 8400 മീറ്റേഴ്സ് ആണ്, മീറ്റർ സ്ക്വയർ ആണ്. A3 എന്ന് പറയുന്നത് 16300 മീറ്റർ സ്ക്വയർ ആണ്. A4 എന്ന് പറയുന്നത് 24600 മീറ്റേഴ്സ് ആണ്. A5 എന്ന് പറയുന്നത് 31500 മീറ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഏരിയാസ് എഴുതി. അപ്പോൾ നമുക്ക് നേരെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? വോളിയം കാണുന്നത്. വോളിയം V is equal to എത്രയാണ്? H നമുക്ക് റേറ്റ് ഉള്ളത് 5 മീറ്റർ 5 ഇൻറ്റു ഫസ്റ്റ് ഏരിയ ആണ്. നമുക്ക് A1 A ഫസ്റ്റ് ഏരിയ പ്ലസ് ലാസ്റ്റ് ഏരിയ. ഫസ്റ്റ് ഏരിയ ആണ് 2050 മീറ്റർ സ്ക്വയർ ആണ്. ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് 31500 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഫസ്റ്റ് ഏരിയ പ്ലസ് ലാസ്റ്റ് ഏരിയ ഡിവൈഡ് ബൈ 2 പ്ലസ് ബാക്കി ഏരിയസ് സം ചെയ്താൽ മതി. അവിടെയാണ് 2500 മീറ്റർ സ്ക്വയർ പ്ലസ് 16300 മീറ്റർ സ്ക്വയർ പ്ലസ് 24600 മീറ്റർ സ്ക്വയർ. ഇത് ചെയ്ത് നമുക്ക് കിട്ടും ആൻസർ. ഇത് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കും. കാരണം അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റും. അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ചെയ്യാൻ മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇത് ചെയ്യുന്നു 2050 പ്ലസ് 31500 ഡിവൈഡ് ബൈ 2 പ്ലസ് പിന്നെ ഇത് എല്ലാം ആഡ് ചെയ്ത് പോകും 8400 പ്ലസ് 16300 പ്ലസ് 24600 ഇൻറ്റു 5. നമുക്ക് റെഡി. നമുക്കിത് 3,30,375 മീറ്റർ ക്യൂബ് ആണ് വോളിയം. ഏരിയ മീറ്റർ സ്ക്വയറിനും കോണ്ടൂർ എന്നുള്ള മീറ്ററാണ്. സോ വോളിയം കിട്ടുന്നതായിരിക്കും മീറ്റർ ക്യൂബിലായിരിക്കും. ഇതാണ് നമുക്ക് ട്രപ്പിസോഡ് റൂൾ വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. ട്രപ്പിസോഡ് റൂൾ വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 3,30,375 മീറ്റർ ക്യൂബ്. ഇത് ചെയ്യുന്നതിനാണല്ലോ ഈ നമുക്ക് ഇക്വേഷനകത്ത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറണം. ചെയ്യുന്ന സമയത്ത് ബ്രാക്കറ്റ് കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികൾ വരുന്ന മിസ്റ്റേക്കാണ്. അതുകൊണ്ടാണ് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നേരെ അടിച്ചു പക്ഷേ ഉണ്ടാവും. ആ ഒരു ബ്രാക്കറ്റിൻ്റെ മിസ്സിംഗ് കൊണ്ട് ചിലപ്പോൾ ആൻസേഴ്സ് തെറ്റാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റൂൾ നോക്കാം. അടുത്ത റൂൾ ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് അടുത്തത് ട്രപ്പിസോഡൽ ഫോർമുല നോക്കാം. ഈ ട്രപ്പിസോഡൽ ഫോർമുലയിൽ തന്നെയാണ് സിംപ്സൺസ് റൂൾ എന്നും ചോദിക്കാറുള്ളത്. സിംപ്സൺസ്
ഫോർമുല എന്ന് ചോദിക്കാറുള്ളത് ഈ ഒരു ഫോർമുലേനെ തന്നെയാണ്. ഓക്കെ, അപ്പം സിംപ്സൺസ് ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ ട്രപ്പിസോഡ് ഫോർമുല തന്നെയാണ്, തെറ്റിദ്ധരിക്കേണ്ട. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് വോളിയം കാണുന്നത് V is equal to h/3 ഇൻറ്റു ഫസ്റ്റ് ഏരിയ പ്ലസ് ലാസ്റ്റ് ഏരിയ. ഓക്കെ, ഫസ്റ്റ് ഏരിയ പ്ലസ് ലാസ്റ്റ് ഏരിയ പ്ലസ് 4 ഇൻറ്റു n ഈവൺ ആയിട്ടുള്ള ഏരിയാസ് എടുക്കുന്നു. അതായത് A2 പ്ലസ് A4 പ്ലസ് A6 പ്ലസ് A8 പ്ലസ് അങ്ങനെ n ഈവൺ ആയിട്ടുള്ളത്. ഓക്കെ, n ഈവൺ ആയിട്ടുള്ള ഏരിയാസ് എടുക്കുന്നു. ഓക്കെ, n ഇവിടെ എത്ര 2 4 6 8 അല്ലേ, അപ്പം എന്താ n ഈവൺ അല്ലേ. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു n ഓഡായിട്ടുള്ള ഏരിയാസ് എടുക്കുന്നു. അതായത് A3 പ്ലസ് A5 പ്ലസ് A7 പ്ലസ് A9 അങ്ങനെ പോകുന്നു. ഓക്കെ, ഇവിടെയൊക്കെ n എത്രയാണ്, ഓടല്ലേ. ഈ n എന്ന് പറയുന്നത് എന് താഴത്ത് എഴുതുന്നതാട്ടോ, ഒരിക്കലും ഏരിയ കൺസിഡർ ചെയ്തത്. n എന്ന് പറയുന്നത് നമ്പേഴ്സാണ്. ഓക്കെ, എൻ്റെ താഴത്ത് നമ്മൾ എഴുതുന്ന ആ നമ്പേഴ്സിനെയാണ് നമ്മൾ n എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ, അതാണ് ഓടും ഈവൺ എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. h എത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. h എന്ന് പറയുന്നത് 5/3 ആണല്ലേ. 5/3 പ്ലസ് ഫസ്റ്റ് ഏരിയ എത്രയാണ് 2050 അല്ലേ. 2050 പ്ലസ് ലാസ്റ്റ് ഏരിയ എത്രയാണ് 31,500 മീറ്റർ സ്ക്വയർ അല്ലേ. അത് എടുത്തു കഴിഞ്ഞു. ഇത് രണ്ട് ഫസ്റ്റ് ഏരിയയും ലാസ്റ്റിലും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഓക്കെ, പിന്നെ അത് ഒരിക്കലും എടുക്കാൻ പാടില്ല കേട്ടോ. ഫസ്റ്റിലെ ലാസ്റ്റിലെ ഏരിയാസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ അതിനെക്കുറിച്ച് അത് നോക്കാനേ പാടില്ല. ദെൻ അടുത്തത് 4 ഇൻറ്റു n ഈവൺ ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലേ. n ഈവൺ ആയിട്ട് ഇവിടേക്ക് എഴുതുക. n 2 ഉണ്ട് 4 ഉണ്ട് അല്ലേ. അപ്പം A2 A4 നമുക്ക് എടുക്കാം അല്ലേ. A2 എത്ര എഴുതുന്നത് 8,400 പ്ലസ് A4 എത്രയാണ് 24,600 മീറ്റർ സ്ക്വയർ അല്ലേ. പ്ലസ് 2 ഇൻറ്റു n ഓഡായിട്ടുള്ള നമ്പർ ഇവിടെ എഴുതുകയാണ്. A3 ഉണ്ട്, A1 ഉണ്ട്, A5 ഉണ്ട്. പക്ഷേ നമ്മൾ A1 ഉം A5 ആദ്യം എടുത്തത് കൊണ്ട് പിന്നെ അത് ഒരിക്കലും എടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് മാത്രമേ ഉള്ളൂ, A3 മാത്രമല്ലേ ഉള്ളൂ. A3 എത്രയാണ് 16,300 മീറ്റർ സ്ക്വയർ അല്ലേ. ചെയ്തു നോക്കാം. ഈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കാരണം തെറ്റിപ്പോവാൻ പാടുള്ളതല്ല. അപ്പം എന്താക്കുക, ഓരോന്നായിട്ട് എടുത്തെഴുതുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ, 2050 പ്ലസ് 31,500 എത്ര കിട്ടുന്നു 33,000. 5/3 ഇൻറ്റു 30,000 33,550 പ്ലസ് 1,400 പ്ലസ് 600 എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ആൻസർ വോളിയം V is equal to 3,30,250 മീറ്റർ ക്യൂബാണ്. ഓക്കെ, ഇവിടെ മീറ്റർ ക്യൂബ് കാരണം ഏരിയ നമുക്ക് കോണ്ടൂർ ഇൻ്റർവെല്ലും മീറ്ററിലും വോളിയം ഏരിയ മീറ്റർ സ്ക്വയറിലാണ്. സോ മീറ്റർ ക്യൂബാണ് വോളിയം കിട്ടുന്നത്. ഓക്കെ ആണല്ലോ, ഡൗട്ടില്ലല്ലോ. ഈ സിംപ്സൺസ് റൂളിൻ്റെ കേസ് അതായത് ട്രംസോളുടെ കേസ് പറയുന്ന സമയത്ത് n ഓടാവുന്ന സമയത്ത് മാത്രമാണ് അപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, n എന്ന് പറയുന്നത് ഈ താഴത്തുള്ളതിനാട്ടോ n എന്ന് പറയുന്നത്. ഒരിക്കലും ഇത് കൺസിഡർ ചെയ്യരുത്. കുട്ടികൾ ചിലപ്പോൾ മാറി ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. n എന്ന് പറയുന്നത് ഈ എക്ക് താഴത്തെ നമ്മൾ ആ നമ്പേഴ്സിനില്ലേ അതിനാണ് n എന്ന് പറയുന്നത്. ഈ ഒരു n ഓടാവുന്ന സമയത്ത് മാത്രമേ ഇത് അപ്ലിക്കബിൾ ആവാറുള്ളൂ. അതല്ലെങ്കിൽ ഈവൺ നമ്പർ ആണെങ്കിൽ ഇത് എന്താ പറയുക, നമ്മൾ സ്പെഷ്യൽ കേസായിട്ട് ചെയ്യേണ്ടതാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് റൂളുകളല്ലേ ഇത്. അപ്പോൾ നമുക്ക് 7 മാർക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഷുവറായിട്ടും കിട്ടുന്നതാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫോളോയിങ് ആർ ദ കറക്റ്റഡ് കൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് ഓഫ് എ ക്ലോസ്ഡ് ട്രാവേഴ്സ്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രാവേഴ്സ് ബൈ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് മെത്തേഡ്. നമുക്കിവിടെ സൈഡ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചറും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്, ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ അത് വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് എ സ്റ്റേഷൻ എ എന്താണ് +200 + 100 റെസ്പെക്റ്റീവിലാണ്, അതും തന്നിട്ടുണ്ട്. ഇവിടെ
ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണെങ്കിൽ അതെന്താ പറയുന്നത് നോർത്തിങ് ആണ്. അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആണെങ്കിൽ അത് സൗത്തിങ് ആണല്ലേ. ഡിപ്പാർച്ചർ പോസിറ്റീവ് ആണെങ്കിൽ അതിനെ ഈസ്റ്റിംഗ് എന്നും ഡിപ്പാർച്ചർ നെഗറ്റീവ് ആണെങ്കിൽ അതിനെ വെസ്റ്റിംഗ് ആണ് പറയാറുള്ളത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോർമലി ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരിട്ട് നമ്മളൊരു ടേബിളാണ് ഫോം ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം, ടേബിൾ ഫോം ചെയ്യും. അത് ടേബിളിലുള്ള ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. സൈഡ് ഉണ്ട്, ലാറ്റിറ്റ്യൂഡ് ഉണ്ട്, ഡിപ്പാർച്ചർ ഉണ്ട്, ദെൻ സ്റ്റേഷനാണ്, ദെൻ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പം ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും ഞാൻ പറഞ്ഞു. ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണെങ്കിൽ അത് നോർത്തിങ് ആണ്, ലാറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആണെങ്കിൽ അത് സൗത്തിങ് ആണ്, ഡിപ്പാർച്ചർ പോസിറ്റീവ് ആണെങ്കിൽ അത് ഈസ്റ്റിംഗ് ആണ്, ഡിപ്പാർച്ചർ നെഗറ്റീവ് ആണെങ്കിൽ അത് വെസ്റ്റിംഗ് ആണ് അല്ലേ. നമുക്ക് ക്വാഡ്രൻസ് അറിയാം. 4 ക്വാഡ്രൻസ് ഉള്ളത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. അതായത് നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. ഓക്കെ, ഈ ഒരു ക്വാഡ്രൻറ്റ് ഇങ്ങോട്ടാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് എന്ന് പറയും. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രൻറ്റിലേക്ക് നമ്മൾ എന്താക്കുന്നു, ഈ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രൻറ്റിലേക്ക് ആക്കുന്ന പരിപാടിക്കാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റത്തെ സ്റ്റേഷൻ എൻ്റെ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 200 + 100 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്താക്കുന്നു, നമ്മളിവിടെ എഴുതി വെക്കുന്നു. ഓക്കെ, നമ്മൾ എഴുതുന്നു +200 100 ആണ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റേഷൻ ബിൻ്റെ കേസ് എടുക്കും. സ്റ്റേഷൻ ബിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് നോർത്ത് സൈഡിലേക്ക് നമ്മൾ എങ്ങനെ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ +200 അതിൻ്റെ കൂടെ ലാറ്റിറ്റ്യൂഡ് പ്ലസ് ചെയ്താൽ മതി. ഓക്കെ, 200 കൂടെ ലാറ്റിറ്റ്യൂഡ് പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? എനിക്ക് നിലവിൽ സ്റ്റേഷൻ എൻ്റെ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് 100 ആണ്. അപ്പോൾ എന്താവും? 200 + 225.5 + 225.5 എനിക്ക് 425.5 കിട്ടി. ഓക്കെ, ഇനി അടുത്തത് 425 കിട്ടി അല്ലേ. ഇനി സ്റ്റേഷൻ സിൻ്റെ കാര്യം എടുക്കുമ്പോൾ എങ്ങനെയാണ്? 425നോട് 245 കൂട്ടുക. പക്ഷേ ഇവിടെ കൂട്ടുന്ന സമയത്ത് നെഗറ്റീവ് സൈൻ ഉണ്ട് അല്ലേ. ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ അതുകൂടി കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പം 425.5 പ്ലസ് ബ്രാക്കറ്റ് ഇടുന്നു -245 കിട്ടുന്നു. ഓക്കെ, എത്ര കിട്ടി? 180.5 വന്നു. ഓക്കെ, ഇനി ഡി കാണുന്ന സമയത്ത് എന്താക്കുന്നു, ഈ 180.5നോടാണ് ഞാൻ പിന്നെ ഏത് കൂട്ടേണ്ടത്? ഇത് കൂട്ടേണ്ടത് -50.5 കിട്ടണം. ഓക്കെ, 180.5 പ്ലസ് മൈനസ് ആണ്, സൈന് ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ. ബ്രാക്കറ്റ് ഇടുന്നു -150.5 കൂട്ടുന്നു. എത്ര കിട്ടി? 30 കിട്ടി അല്ലേ. 30 കിട്ടി. ഇനി ലാസ്റ്റിലെ സ്റ്റേഷനായ ഈ ചെയ്യുന്ന സമയത്ത് ഈ ലാസ്റ്റ് ഡീൻ്റെ സ്റ്റേഷനിൽ നമുക്ക് ഏത് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് കിട്ടിയോ അത് പ്ലസ് നമുക്ക് അവസാനത്തെ ലാറ്റിറ്റ്യൂഡ് കൂട്ടുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റേഷൻ്റെ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് കിട്ടിയിരിക്കണം. അത് നമ്മളൊരു കറക്റ്റഡാണ് ചെക്ക് ചെയ്യുന്ന ഒരു ചെക്ക് കൂടിയാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് കിട്ടേണ്ടത് നമ്മളെന്താ, ഈ ഡീൻ്റെ ഇൻഡിപെൻഡൻറ്റ് കോർഡിനോട് ഈ ഒരു ലാറ്റിറ്റ്യൂഡ് കൂട്ടുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റിലേത് കിട്ടണം. നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഡീൻ്റെ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് എത്ര കിട്ടിയത്? 30 അല്ലേ. 30 പ്ലസ് നമുക്ക് ലാറ്റിറ്റ്യൂഡ് എത്രയാണ്? +170 ആണല്ലേ. 170 എനിക്ക് എത്ര തന്നെ കിട്ടുന്നത്? 200 ആണല്ലേ. +200 തന്നെയാണ്. അപ്പം ഇതും സെയിം ആണ്. അപ്പം ഞാൻ ചെയ്തു വന്നത് കറക്റ്റ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഡിപ്പാർച്ചറിൻ്റെ കേസ് എടുക്കുന്നു. ഡിപ്പാർച്ചറിൻ്റെ കേസിൽ ഫസ്റ്റത്തെ സ്റ്റേഷൻ്റെ ഡിപ്പാർച്ചർ എത്രയാണ്? ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് 100 ആണല്ലേ. 100നോട് ഇത് പ്ലസ് അല്ലേ. അപ്പോൾ ഇത് ഞാൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, 100 + 120.5 എനിക്ക് എത്ര കിട്ടി? 220.5 വന്നു. ദെൻ അടുത്തത് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് കാണണം. സിൻ്റെ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് കാണാൻ എന്താ? 220.5 പ്ലസ് 210 ചെയ്യുന്നു. 220.5 പ്ലസ് 210 ചെയ്യുന്നു. എത്ര കിട്ടുന്നു? 430.5 വരുന്നു. ഓക്കെ, ആദ്യം ചെയ്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ വേണ്ടി ചെയ്യുന്നത്. ഓക്കെ,
ദെൻ അടുത്തത് ഡീൻ്റെ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് കാണുമ്പോൾ എന്താക്കുന്നു 430 പ്ലസ് മൈനസ് 110.5 ആണ് അല്ലേ. അപ്പോൾ എന്താക്കുന്നു 430.5 പ്ലസ് ബ്രാക്കറ്റ് ഇടുന്നു മൈനസ് 110.5 ചെയ്യുന്നു. എത്ര കിട്ടുന്നു? 320 വരുന്നു. ഓക്കെ, 320 വരുന്നു. ദെൻ 320നോട് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ അടുത്ത ലാസ്റ്റിലേത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റിലേത് തന്നെ ഫസ്റ്റ് നമ്മൾ ഏതോ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് ആണോ കിട്ടിയത് അതന്നെ കിട്ടണം. അതാണ് ഇതിൻ്റെ ചെക്ക് എന്ന് പറയുന്നത്. അപ്പം 320 പ്ലസ് ഇവിടെ മൈനസ് 220 അല്ലേ, ബ്രാക്കറ്റ് ഇടുന്നു മൈനസ് 220 ചെയ്യുന്നു. എനിക്ക് എത്ര കിട്ടി? 100 കിട്ടി. അപ്പം നമ്മളെ ടേബിൾ ഓക്കെ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? ഇനി ആണ് നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കുന്നതിന് നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ഈ ടേബിളിൻ്റെ മുകളിൽ തന്നെ ഒരു x1 y1 എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നു. ഓക്കെ, x1 y1 എന്നുള്ള രീതിയിൽ ചെയ്യുന്നു. അതായത് ഇത് ഞാൻ x1 ആയിട്ട് കൊടുക്കുന്നു. ബ്ലൂ എന്തെടുക്കാം, x1 x2 x3 x4 xy. ഇത് y1 y2 y3 y4 y5. ഓക്കെ, എനിക്കിങ്ങനെ x1 എത്ര കിട്ടിയിട്ടുള്ള? x1 എന്ന് പറയുന്നത് 200 പ്ലസ് 200. x2 എന്ന് പറയുന്നത് 425 x3 180.5 x4 30 x5 200. ദെൻ y1 എന്ന് പറയുന്നത് 100, y2 എന്ന് പറയുന്നത് 220.5, y3 എന്ന് പറയുന്നത് 430.5, y4 എന്ന് പറയുന്നത് 320, y5 എന്ന് പറയുന്നത് 100. ഇനി ഏരിയ കാണണം അല്ലേ. ഏരിയ കാണുന്നതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിലും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. ഓക്കെ, ഞാനത് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കി നോക്കാം. ഞാനത് ഓർഡറിൽ ആദ്യം തിരിച്ചെഴുതുന്നു. x1 എത്ര എഴുതുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു? x1 200, x2 എന്ന് പറയുന്നത് 425, താഴത്തെ എഴുതാം. x1 എന്ന് പറയുന്നത് 200, y1 എന്ന് പറയുന്നത് 100 ആയിരുന്നു. ഓക്കെ, ദെൻ x2 എന്ന് പറയുന്നത് 425 ആയിരുന്നു. 425.5. y2 എന്ന് പറയുന്നത് 220.5 ആയിരുന്നു. ഓക്കെ, ദെൻ x3 എന്ന് പറയുന്നത് 150.5 ആയിരുന്നു. ദെൻ y3 എന്ന് പറയുന്നത് 430.5 ആണ്. ദെൻ y4 എന്ന് പറയുന്നത് 30 ആണ്. x4 എന്ന് പറയുന്നത് 320 ആണ്. xy എന്ന് പറയുന്നത് 200 ആണ്, 100 ആണ്. ഇനി ഞാൻ എന്താക്കുന്നു? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ഓക്കെ, ആദ്യം ഞാൻ എന്താക്കുന്നു? എന്ന് പറയുന്നത് എന്താണ്? 100 ഇൻറ്റു 425.5, 425.5, ദെൻ പ്ലസ് ഇത് 220.5 ഇൻറ്റു 150.5, പിന്നെ 430 ഇൻറ്റു 0.5 ഇൻറ്റു 30 പ്ലസ് 320 ഇൻറ്റു 200. ഇതാണ് എൻ്റെ ഫസ്റ്റിലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ചെയ്ത ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് ഞാനത് ചെയ്തത്. മൈനസ് എന്ത് ചെയ്യുന്നു? ഇനി തിരിച്ച് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അതായത് 200
ഇൻറ്റു 225 പ്ലസ് 425.5 ഇൻറ്റു 430.5 പ്ലസ് 180.5 ഇൻറ്റു 320 പ്ലസ് 30 ഇൻറ്റു 100. ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോരുത്. അതിനോടാണ് കളർ ചേഞ്ചിൽ തന്നെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആൻസർ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ.